വർത്തമാന സുറിയാനി സഭയിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു പരിശുദ്ധനാണ് ചാതുര്യത്തിൽ തിരുമേനി. സുറിയാനി സഭയെയും അതിന്റെ വിശ്വാസാചാരങ്ങളെയും സംരക്ഷിക്കുന്നതിന് പരിശുദ്ധ തിരുമേനി ഏറെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു. അത് മുഖാന്തരം മോർ ഗ്രിഗോറിയോസ് നിന്റെ ശോഭമയിലുള്ളവരെ വിസ്മയിപ്പിച്ച് എന്ന ത്യാഗ സുറിയാനി ക്രമമനുസരിച്ച് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് പെരുമല കൊച്ചു തിരുമേനി എന്നറിയപ്പെടുന്നു. പരിശുദ്ധനായ പെരുമല തിരുമേനി 1848 ജൂൺ 15 മുളന്തുരുത്തിയിൽ ജനിച്ചു. ചാതുരത്തി കൊച്ചുമത്തായുടെയും കളരിക്കൽ ഗീവർഗീസിന്റെ ഏകപുത്രി മറിയത്തിന്റെ ഇളയപുത്രനായ ഗീവർഗീസിന്റെ വിളിപ്പേര് കൊച്ചേപ്പോർ എന്നായിരുന്നു. ബാല്യത്തിൽ തന്നെ തന്റെ ജീവിതം ദൈവത്തിനായി വേർതിരിച്ചു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഓന്നക്കാവിൽ അയ്യാശാന്റെയും തുടർന്ന് മണിയാശാന്റെയും കളരിയിലായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1860 കോണാട്ട് മൽപ്പാന്റെ ശിക്ഷണത്തിലും മുളന്തുരുത്തി മാർത്തോമ പള്ളിയിൽ ഏറെക്കാലം താമസിച്ചു. 10 വയസ്സുള്ളപ്പോൾ കരുങ്ങാച്ചിറ പള്ളിയിൽ വെച്ച് പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസ്യോസ് കൂരോയോ പട്ടം നൽകി. 17ാമത്തെ വയസ്സിൽ യുയാക്കിം മോർ കുറിയിലോസ് തിരുമേനി പൂർണ്ണ ഷമ്മാശനാക്കുകയും അതേ ആണ്ടിൽ വൈദികനാക്കുകയും പിന്നീട് കോറെപ്പിസ്കോപ്പ സ്ഥാനം നൽകുകയും ചെയ്തു. തുടർന്ന് വെട്ടിക്കൽ ദേറായിൽ താമസിച്ചു. ഇദ്ദേഹത്തെ ഏലിയാവെ പോലെ യോഗീശ്വരനും എലീഷായെ പോലെ ദൈവപുരുഷനും അന്തോണിയോസിനെ പോലെ പുണ്യാത്മാവുമാക്കി തീർത്തത് തന്റെ തപസ്സും വ്രതാനുഷ്ഠാനവും ആയിരുന്നു. 24ാം വയസ്സിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലിത്ത ചാതുരത്തിൽ ഗീവർഗീസ് കോറെപ്പിസ്കോപ്പയ്ക്ക് റമ്പാൻ സ്ഥാനം നൽകി. 21ാമത്തെ വയസ്സിൽ വടക്കൻ പരവൂർ പള്ളിയിൽ വെച്ച് പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവ റമ്പാനെ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രാപ്പോലിത്തയായി വാഴിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധൻ എന്നറിയപ്പെട്ട തിരുമേനിയുടെ ചില പ്രവർത്തനങ്ങൾ ആദ്യത്തെ വിജാതീയ മിഷൻ ആരംഭം കുറിച്ചു. അവശ്യർക്കും അർത്ഥന്മാർക്കും സഹായഹസ്തം നീട്ടി. സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ച് അനവധി സ്കൂളുകൾ സ്ഥാപിച്ചു. യാക്കോബ സഭയുടെ അതിർത്തി കേരളത്തിന് വെളിയിലേക്ക് വളർത്തി. പരുമലയിൽ 54ാം വയസ്സിൽ നവംബർ 2, 1902 കാലം ചെയ്തു. പരുമല സെമിനാരി പള്ളിയിൽ കബറടക്കി. നവംബർ 2 ദുഃഖരോനോ പെരുന്നാളായി ആചരിക്കുന്നു. പരുമലയെ വിശുദ്ധമാക്കിയ താപസനാം തിരുമേനി